എം.എസ്. സ്വാമിനാഥൻ ഗവേഷണ നിലയം പ്രൊജക്ട്, ഗ്രീൻ വിഷൻ കേരള, ബാപ്പുജി സ്മാരക വായനശാല എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിലെ നാഗഞ്ചേരിയിൽ ലോക പരിസ്ഥിതി ദിനാചരണം ആഘോഷിച്ചു. എം.എസ്. സ്വാമിനാഥൻ ജില്ലാ കോർഡിനേറ്റർ സിജോ തോമസ് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. നാഗഞ്ചേരി ബാപ്പുജി സ്മാരക വായനശാലയിൽ നടന്ന ലോക പരിസ്ഥിതി ദിനാചരണത്തിൽ വായനശാല പ്രസിഡന്റ് ജിജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. എം.എസ്. സ്വാമിനാഥൻ ജില്ലാ കോർഡിനേറ്റർ സിജോ തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഔദ്യോഗിക സന്ദേശമായ പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്ന ആശയം ഉൾക്കൊണ്ട് പ്രകൃതിയെയും ഭൂമിയെയും വരും തലമുറയ്ക്കായി സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ ആലിയ M.S., +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ അമീറ K. നവാസ് എന്നിവരെ ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജിജി പുളിക്കൽ മൊമന്റോ നൽകി ആദരിച്ചു. ഗ്രീൻ വിഷൻ കേരള മുൻ സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ പരിസ്ഥിതി സംരക്ഷണം എന്ന വിഷയത്തിൽ സെമിനാർ നയിച്ചു. ഹരിത വിപണന കേന്ദ്രം പ്രസിഡന്റും ഗ്രീൻ വിഷൻ കേരള റീജിയണൽ എക്സിക്യൂട്ടീവ് അംഗവുമായ ജോയ് പടയാട്ടിൽ പരിസ്ഥിതി ദിന ക്വിസ് മത്സരം നടത്തി. വിജയികൾക്ക് അദ്ദേഹം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ 8ാം വാർഡ് മെമ്പർ ബിൻസി മാത്യു ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് ഗ്രീൻ വിഷൻ കേരള താലൂക്ക് പ്രസിഡന്റ് മാത്യൂസ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. വിള ഇൻഷുറൻസിനെക്കുറിച്ച് സന്തോഷ് കുമാർ വി ക്ലാസുകൾ നയിച്ചു. എം.എസ്. സ്വാമിനാഥൻ ഫൗണ്ടേഷൻ പഞ്ചായത്ത് കോർഡിനേറ്റർ ജോസഫ് ആന്റണി, ജോസ് പോൾ, ഉഷ മോഹനൻ, ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കറുകപ്പള്ളിൽ തുടങ്ങിയവർ സംസാരിച്ചു. വായനശാലാംഗങ്ങൾ, ഗ്രീൻ വിഷൻ കേരള പ്രവർത്തകർ, ഹരിത കർഷക കർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.